ജിസേൽ ഔട്ടായോ അതോ സീക്രട്ട് റൂമിലാണോ? എവിക്ഷൻ പ്രമോ വന്നിരിക്കുകയാണ്. അതിൽ നടക്കുന്ന നാടകീയ സംഭവം എന്ത്? ഈ എവിക്ഷൻ പ്രക്രിയയിലൂടെ പുറത്താകുന്നത് ജിസേലാണോ? എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഡേ 64 എവിക്ഷൻ പ്രൊമോ അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എവിക്ഷൻ പ്രൊമോയാണ് പുറത്തു വന്നിരുന്നത്. അതിനകത്ത് ഇപ്രകാരമാണ് പറയുന്നത്. നമ്മുടെ ലാലേട്ടൻ വരുന്നു. ലാലേട്ടൻ വന്നിട്ട് പറയുന്നു നമുക്ക് എവിക്ഷൻ പ്രക്രിയയിലേക്ക് പോകാം എന്ന് പറയുന്നു. അപ്പോൾ ആരൊക്കെയാണുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എവിക്ഷനിലുള്ള നമ്മുടെ ജിസേൽ, നെവിൻ, ആദില, നൂറ ഇവരിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആക്ടിവിറ്റി ഏരിയയാണ് കാണിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു എല്ലാവരും കണ്ണ് കെട്ടുക എന്ന് പറയുന്നുണ്ട്. അതായത് ബ്ലൈൻഡ് ഫോൾസ് ധരിക്കുക എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും ബ്ലൈൻഡ് ഫോൾസ് എടുത്ത് ധരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ലൈറ്റ് ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ലൈറ്റ് ഓഫ് ആവുന്നു. അപ്പോൾ നൂറ പറയുന്നുണ്ട് അയ്യോ എന്താ ഇതെന്ന് ചോദിക്കുന്നു. പിന്നീട് പച്ചയും ചുവപ്പും നിറത്തിലുള്ള ലൈറ്റ് 4 പേരുടെയും നിൽക്കുന്ന ഭാഗത്ത് ഇങ്ങനെ തെളിയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു പച്ചയും ചുവപ്പും നിറത്തിലുള്ള പ്രകാശം നിങ്ങളുടെ മുഖത്ത് മിന്നി മറയുമെന്നാണ് പറയുന്നത്. ആരുടെ മുഖത്താണോ പച്ച ലൈറ്റ് പ്രകാശിച്ച് നിൽക്കുന്നത് ആ വ്യക്തി എവിക്ഷനിൽ നിന്ന് രക്ഷ നേടുന്നതാണെന്നാണ് പറയുന്നത്. അങ്ങനെ 4 പേരുടെയും മുഖത്ത് ഇങ്ങനെ പച്ചയും ചുവപ്പും നിറത്തിലുള്ള ലൈറ്റ് ഇങ്ങനെ മിന്നി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ബിഗ് ബോസ് വീട്ടിലിരുന്നിട്ട് ഇത് പാസ്ബാ TV-യിലൂടെ ബാക്കി മത്സരാർത്ഥികൾ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മുഖത്തൊക്കെ മുഴുവൻ വിഷമിച്ചിരിക്കുന്നൊരു ദൃശ്യമാണ് നമുക്ക് ആ പ്രമോനകത്ത് ലാസ്റ്റ് കാണാൻ സാധിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആ പ്രമോനകത്ത് നടക്കുന്നത്. എവിക്ഷൻ നടത്തുന്നത് ലാലേട്ടനല്ല, ബിഗ് ബോസ് നേരിട്ടാണ്. ഓക്കെ, ഇതിൽ നടക്കാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നടക്കാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത് ആദ്യം 2 പേര് സേവ് ആകും. ആദ്യം 2 പേര് സേഫ് ആക്കും. അതായത് ആദ്യം നൂറയായിരിക്കും 2 പേര് സേവ് ആകുന്നത്. ഓക്കെ, അങ്ങനെ തന്നെ ആയിരിക്കാം, എനിക്കറിയത്തില്ല. കാരണം ആദ്യം 2 പേര് സേവ് ആകും. പിന്നീട് അവസാനം വരുന്നത് ജിസേലും നെവിനും ആയിരിക്കാം. അങ്ങനെ ആയിരിക്കാം, അങ്ങനെയാണെന്നല്ല, അങ്ങനെ ആയിരിക്കാം. ഒരു പക്ഷേ അവസാനം വരുന്നത് ജിസേലും നെവിനും ആയിരിക്കാം. അതിൽ നെവിൻ സേവായിട്ട് ജിസേൽ പുറത്തേക്ക് പോകും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് തന്നെയായിരിക്കും സംഭവിക്കുന്നത്. ജിസേലാണ് പുറത്തേക്ക് പോകുന്നത്. ഈ എവിക്ഷൻ പ്രക്രിയയിലൂടെ ജിസേലാണ് പുറത്തേക്ക് പോകുന്നത്. അല്ലാതെ ജിസേൽ സീക്രട്ട് റൂമിലും അല്ല, ബിഗ് ബോസ് വീട്ടിലും ഇല്ല, ഔട്ട് തന്നെയാണ്. സീക്രട്ട് റൂം എന്ന കൺസെപ്റ്റ് ബിഗ് ബോസ് വീടിനകത്തില്ല. അപ്പോൾ ആരും സീക്രട്ട് റൂമാണെന്ന് പറയണ്ട. ജിസേൽ സീക്രട്ട് റൂമിലുമല്ല, എവിടെയുമില്ല. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു. ഇന്നലെ വൈകിട്ട് പുറത്തിറങ്ങി. ഇന്ന് രാത്രി കൊച്ചിയിലെത്തുമെന്നാണ് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇന്ന് എപ്പിസോഡ് വരുമ്പോൾ അതറിയാൻ പറ്റും. എന്തായാലും ആദ്യം 2 പേരെ സേവ് ആക്കിയിട്ടായിരിക്കും ബാക്കി 2 പേര് എവിക്ഷനിൽ നിൽക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും എപ്പിസോഡ് വരട്ടെ, അതിനുള്ള കൃത്യമായ വിവരം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ജിസേലിൻ്റെ എവിക്ഷൻ അൺഫെയർ ആണോ ഫെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺഫെയർ തന്നെയാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറയുകയുണ്ടായി. അൺഫെയർ തന്നെയാണ്, നടക്കാൻ പാടില്ലാത്തൊരു എവിക്ഷൻ തന്നെയായിരുന്നു. എല്ലാ പ്രേക്ഷകരെയും അതുപോലെ തന്നെ വീട്ടുകാരെയും എല്ലാ പ്രേക്ഷകരെയും ഞെട്ടിച്ച ഒരു എവിക്ഷൻ തന്നെയായിരുന്നു ജിസേലിൻ്റെ എവിക്ഷൻ എന്ന് പറയുന്നത്. ജിസേൽ പുറത്തു പോകുന്ന ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രതീക്ഷിക്കാത്ത പുറത്ത് കിട്ടിയൊരു അടി, അതായത് ഓർക്കാപ്പുറത്ത് ഒരു അടി കിട്ടും എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു കിട്ടിയൊരു അടിയായി പോയി ജിസേലിൻ്റെ എവിക്ഷൻ. അപ്പോൾ ജിസേലിൻ്റെ എവിക്ഷൻ അടക്കാൻ പാടില്ലാത്തൊരു എവിക്ഷൻ തന്നെയായിരുന്നു. ജിസേൽ അതായത് 1ാമത്തെ ദിവസം മുതൽ 62 ദിവസം മുതലാണ് ജിസേൽ ഔട്ടായി പോകുന്നത്. അപ്പോൾ 62 ദിവസം ജിസേലായിട്ട് തന്നെയാണ് നിന്നത്. അപ്പോൾ ജിസേൽ നല്ല ഗെയിമൊക്കെ കളിച്ചിരുന്നു. പക്ഷേ ഇടയ്ക്ക് ആരിൻ്റെ കൂടെ കൂടിയതിന് ശേഷം കുറച്ച് ഒന്ന് പോയെങ്കിലും പക്ഷെ നന്നായിട്ട് ഗെയിം കാര്യങ്ങളൊക്കെ കളിച്ചിരുന്നു. 100% ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ജിസേൽ. അപ്പോൾ ജിസേലിൻ്റെ എവിക്ഷൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അത് അൺഫെയർ തന്നെയാണ്. ഓക്കെ, സോ ബിഗ് ബോസ് ആണ് ഇത് ബിഗ് ബോസ് ആണ്. ഇവിടെ എന്തും സംഭവിക്കാം. ബിഗ് ബോസ് ഈസ് എ അൺപ്രഡിക്റ്റബിൾ. ഇത് ബിഗ് ബോസ് ആണ്, എന്തും സംഭവിക്കാം. ബിഗ് ബോസ് ഈസ് എ അൺപ്രഡിക്റ്റബിൾ. ഒന്നുമേ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ വോട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല പിന്നീട് എവിക്ഷനുള്ള പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ജിസേൽ സീക്രട്ട് റൂമിലല്ല, ഔട്ട് തന്നെയാണ്. ഓക്കെ, ഞാൻ സീക്രട്ട് റൂം എന്ന് പറഞ്ഞിട്ട് വരണ്ട. ജിസേൽ സീക്രട്ട് റൂമിലല്ല, ജിസേൽ ഔട്ടായിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് സത്യാവസ്ഥ. ഇതാണ് ബിഗ് ബോസ് വീട്ടിൽ ഇന്നലെ അതായത് ഷൂട്ടിംഗ് സെറ്റിൽ നടന്ന യഥാർത്ഥ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ എവിക്ഷൻ കണ്ട് എന്താണ് തോന്നിയത്, നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത പ്രമോ വരട്ടെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.